ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. അതല്ലാതെ ആ ആയിട്ട് സ്ക്രീൻഷോട്ട് വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. ദിയയുടെയും ജീവനക്കാരുടെയും ഫോൺ കോളിൽ പുറത്തു വന്നത് വമ്പൻ തട്ടിപ്പ് തന്നെ. തട്ടിപ്പ് നടത്തിയത് സമ്മതിക്കുന്നത് വീഡിയോ എടുത്ത് സ്വയം കുഴിയിൽ ചാടിയിരിക്കുകയാണ് ഇവർ എന്ന് ഈ വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലാകുന്നതാണ്. മാത്രമല്ല, ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് ക്രമക്കേട് ആരോപണത്തിൽ ജീവനക്കാർ തെറ്റ് സമ്മതിക്കുന്ന വീഡിയോ കൃഷ്ണകുമാറിന്റെ വീട്ടുകാർ തന്നെ പുറത്തുവിട്ടതാണ്. QR കോഡ് മാറ്റിയെന്ന് ജീവനക്കാർ സമ്മതിക്കുന്നുണ്ട് ദൃശ്യങ്ങളിൽ. QR കോഡ് മാറ്റിയെന്നും ഓഗസ്റ്റ് മുതൽ പണം തട്ടിയെന്നുമാണ് വീഡിയോയിൽ ജീവനക്കാർ പറയുന്നത്. മകളുടെ കടയിലെ പണം ജീവനക്കാർ എടുത്തതായി സമ്മതിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. 40,000 രൂപ വരെ ഒരാൾ എടുത്തെന്ന് ജീവനക്കാർ സമ്മതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സിന്ധു കൃഷ്ണ യൂട്യൂബിലൂടെ പങ്കിട്ടിരുന്നു. നേരത്തെ സ്ഥാപനത്തിലെ ജീവനക്കാരായ 3 പേർക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ തട്ടിപ്പിനിരയായവരുടെ പിന്തുണ തേടി സ്ഥാപന ഉടമയും നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുമായ ദിയാകൃഷ്ണ രംഗത്ത് വന്നിരുന്നു. തട്ടിപ്പിനിരയായവർ തെളിവുകൾ പോലീസിന് കൈമാറണമെന്ന് ദിയ ഇൻസ്റ്റഗ്രാം ലൈവിലൂടെ അഭ്യർത്ഥിച്ചു. തട്ടിപ്പിനിരയായവർ തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ കേസ് നൽകണമെന്നും ലൈവിൽ പറഞ്ഞു. നടൻ കൃഷ്ണകുമാറിനെതിരായ കേസിൽ കൃഷ്ണകുമാറിൻ്റെയും സ്ഥാപനത്തിലെ ജീവനക്കാരുടെയും പരാതികൾ SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. കടയിലെ കണക്കുകളിൽ ആദ്യം ഓഡിറ്റിംഗ് നടത്തും. സർക്കാർ സ്ഥാപനമോ പോലീസിൻ്റെ മേൽനോട്ടത്തിൽ സ്വകാര്യ സ്ഥാപനമോ ആയിരിക്കും ഓഡിറ്റിംഗ് നടത്തുക. ദിയ കൃഷ്ണകുമാറിൻ്റെ കടയിലെ ജീവനക്കാരികൾ 69 ലക്ഷം രൂപ അപഹരിച്ചെന്ന പരാതിയാകും ആദ്യം അന്വേഷിക്കുക. തട്ടിപ്പ് നടന്നുവെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. സാമ്പത്തിക അപഹരണം നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ.